നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, സ്വന്തം വേദന പറയാൻ പോലും കഴിയാത്ത ഒരു കുഞ്ഞ്, ഇന്ന് ജീവനോടെ ഇല്ല. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു കേസിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ്. ഒരു കുഞ്ഞ് അപകടത്തിലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ നിലവിളി ആരും കേട്ടില്ലേ? ആ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ ആരും കണ്ടില്ലേ? ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്തോ തെറ്റായി സംഭവിക്കുന്നുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ലേ? ഈ ചോദ്യങ്ങൾ ഇന്ന് നമ്മളെ എല്ലാവരെയും പിന്തുടരുന്നു. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു തെറ്റായ ചിന്തയുണ്ട്. അത് അവരുടെ കുടുംബകാര്യമാണ്. നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. പക്ഷേ ഒരു കുട്ടിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല, അവർക്ക് സഹായം ചോദിക്കാൻ കഴിയില്ല, അവർക്ക് സ്വന്തം വേദന ലോകത്തോട് പറയാൻ കഴിയില്ല. അവരുടെ ശബ്ദമാകേണ്ടത് നമ്മളാണ്. അവരുടെ സംരക്ഷകരാകേണ്ടതും നമ്മളാണ്. ഈ സംഭവത്തിൽ സമൂഹത്തിനും ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നു. അയൽവാസികൾ എന്തെങ്കിലും അസ്വാഭാവികത ശ്രദ്ധിച്ചിരുന്നോ? ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? സമൂഹത്തിന്റെ കണ്ണുകൾ എന്തുകൊണ്ട് ഈ കുഞ്ഞിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല? അതുപോലെ നിയമസംവിധാനങ്ങളും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാകേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. അപകടസാധ്യതയുള്ള കുട്ടികളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാകണം. പരാതികൾ ലഭിക്കുമ്പോൾ അതിവേഗം ഇടപെടുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഓരോ വീടുകളിലും എത്തണം. ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു കുട്ടി അപകടത്തിലാണെന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കരുത്. അത് കുടുംബകാര്യമാണെന്ന് കരുതി മാറി നിൽക്കരുത്. സഹായം തേടുക. അധികാരികളെ അറിയിക്കുക. കാരണം ഒരു ഫോൺ കോൾ, ഒരു പരാതി, ഒരു സമയോചിത ഇടപെടൽ ഒരുപക്ഷേ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചേക്കാം. ഈ സംഭവത്തിൽ ജീവൻ നഷ്ടമായ കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനി ഒരു കുഞ്ഞിനും ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വരാതിരിക്കട്ടെ. ഒരു കുഞ്ഞിന്റെ സുരക്ഷ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്.